ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ബാലചന്ദ്രനിൽ നിന്ന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മുത്തശ്ശി വൈജയന്തിയെ കാണാൻ വെപ്രാളപ്പെടുമായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം നേരിൽ വൈജയന്തിയെ കാണണം. വൈജയന്തി അങ്ങനെ ഒരു തീരുമാനം, അതായത് ഡിവോഴ്സ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് അവളെ കാണണം എന്നൊരു വെപ്രാളത്തിലായിരുന്നു കേട്ടോ ഇത്രയും ദിവസം മുത്തശ്ശി ഉണ്ടായിരുന്നത്. ഈ സത്യം അറിഞ്ഞതിന് ശേഷം മുത്തശ്ശിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുത്തശ്ശി മനുവിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും വൈജയനെ ഒന്ന് നേരിട്ട് കാണണം, നീ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മനു പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇനി ആന്റീനെ കാണാൻ പോണം മുത്തശ്ശി പറഞ്ഞാലൊന്നും ആന്റി കേൾക്കില്ല, എന്തിനാ വെറുതെ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, നിനക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, കൊണ്ടുപോകുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല മുത്തശ്ശി, ആര് പറഞ്ഞാലും കേൾക്കാത്ത പ്രകൃതാണ് ആന്റിക്ക് എന്ന് മുത്തശ്ശിക്ക് തന്നെ അറിയാലോ, അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല, നീ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ മോനെ എന്ന് ചോദിച്ച മുത്തശ്ശി കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. മനു പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ കൊണ്ടുപോവാം, എപ്പോഴാ പോകേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പോകണം. അവൾ അങ്ങനെ ഒരു വിഡ്ഢിത്തരൊക്കെ കാണിക്കുന്നതിന് മുന്നേ അവളോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. ഞാൻ പറഞ്ഞ അവള് കേൾക്കും, പറയേണ്ട പോലെ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി മനുവിനോട് പറയുന്നുണ്ട് കേട്ടോ. മനു പറയുന്നുണ്ട്, എന്നാ മുത്തശ്ശി ഞാൻ വേഗം പോയി റെഡി ആയിട്ട് വരാം, മുത്തശ്ശിക്ക് ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു മുത്തശ്ശീനെയും കൂട്ടി വൈജയനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തി വൈജയ കിടക്കുന്ന റൂമിലേക്ക് മുത്തശ്ശീനെ കൊണ്ടുപോയി ഒരു ചെയറിലൊക്കെ ഇരുത്തിയിട്ട് മനു പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ പുറത്തുണ്ടാവും, കഴിഞ്ഞ എന്തേ സംസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. വൈജയോട് പ്രത്യേകിച്ച് ഒന്നും പറയാതെ മനു ഇറങ്ങി പോകുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ വൈജയുടെ മുഖം മാറുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ അമ്മേ, അവനൊന്നും എന്നെ ഇപ്പൊ ഒരു വിലയില്ല, എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അവ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ, ഒന്നില്ലെങ്കിൽ എങ്ങനെയുണ്ട് ആന്റി എന്നെങ്കിലും ചോദിക്കായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, എന്താ അപ്പോ, അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതല്ലേ, പിന്നെ ഇപ്പൊ നിനക്ക് കുറച്ചൊക്കെ ഭേദമായിട്ട് നീ ഇവിടെ തന്നെ കിടന്നാ മതി പറഞ്ഞ് കിടക്കല്ലേ എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഓ അമ്മ ഇപ്പൊ എന്നെ കുറ്റം പറയാൻ വേണ്ടി വന്നതാണോ, അല്ല അമ്മോട് ഇപ്പൊ ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഈ വയ്യാത്ത കാലൊക്കെ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതൊന്നുമല്ല, എനിക്കൊന്ന് ഡോക്ടറെ കാണണമെന്നുണ്ടായിരുന്നു, മനു എന്തായാലും വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് അവനെയും കൂട്ടി വന്നു. ഞാൻ വന്നത് ഇപ്പൊ അതിനൊന്നുമല്ല, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ പറഞ്ഞോ, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലുമൊക്കെ കൊനിഷ്ടൊപ്പിക്കാൻ വന്നത് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയതാണെന്ന് പറയുമ്പോൾ, നീ എന്താ വൈജി ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ ഇപ്പൊ എങ്ങനെ കിടക്കുന്നത് നിനക്ക് അറിയോ, നിന്റെ കാലുകൊണ്ടും കൈ കൊണ്ടും ഒന്നും വയ്യ, എന്നിട്ട് നിന്റെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ലല്ലോ. അമ്മ ഇപ്പൊ എന്തിനാ വന്ന് അതങ്ങ് പറഞ്ഞേ, അല്ലാതെ എന്റെ അഹങ്കാരവും അഹംഭാവം ഒന്നും അടക്കാൻ അമ്മ വരണ്ട. നീ എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്, നീ ഡിവോഴ്സിന് പോവാ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഞാൻ തീരുമാനിച്ചു, അതൊക്കെ ഞാൻ എപ്പോഴും തീരുമാനിച്ച കാര്യമാണ്, ഞാനൊന്നാൾ കിടന്നു പോയപ്പോ എന്റെ തീരുമാനങ്ങളൊക്കെ മാറി, മനസ്സ് മാറി എന്ന് ആരും വിചാരിക്കണ്ട. ബാലചന്ദ്രനായിട്ട് ഇനിയൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ ചതിച്ച് വഞ്ചിച്ച് ഇപ്പൊ വേറൊരു പെണ്ണിനെയും വീട്ടിൽ കയറ്റി താമസിപ്പിച്ച ആളുടെ കൂടെ ഞാൻ ഇനിയും താമസിക്കണം എന്നാണോ അമ്മ പറഞ്ഞത്. നമ്മുടെ കുടുംബം പോലും ഇങ്ങനെ ആവാൻ ഒരൊറ്റ കാരണക്കാരി അവളാ. അവളെ എന്ന് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ബാലചന്ദ്രൻ തീരുമാനിക്കുന്നു, അന്ന് ഇനി ആ വീട്ടിലേക്ക് ഞാനുള്ളൂ. അതിന് ബാലചന്ദ്രന്റെ സമ്മതമല്ലെങ്കിൽ എനിക്ക് ആ ബന്ധം വേണ്ട. എന്താ, എനിക്ക് ആ ബന്ധം വേണ്ട. എന്റെ തീരുമാനങ്ങൾക്ക് വില നൽകാത്ത ഒരിടത്ത് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഞാനതൊക്കെ എന്നേ തീരുമാനിച്ചതാണ്, അതിലിനി ഒരു മാറ്റവും ഇല്ല. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അമ്മ വന്നതെങ്കിൽ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എന്നെ ആരും ഉപദേശിക്കാൻ വേണ്ട. ഉപദേശിച്ചിട്ടാണ് എല്ലാവരും എന്റെ ജീവിതം ഇങ്ങനെ ആക്കി തീർത്തത്. ഇതിൽ കൂടുതൽ ഇനി ആരും എന്നോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ മുഖം ആകെ വിഷമത്തിലായിട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, വൈജെ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയല്ല. ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ നീ ഇങ്ങനൊരു കേസായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണോ? നിന്റെ മകൻ ഇപ്പൊ എന്ത് സ്ഥിതിയിലായിരിക്കുന്നത് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതൊന്നും അമ്മ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ ബാലചന്ദ്രൻ നോക്കിക്കോളും. അതെന്താ നീ അങ്ങനെ പറയുന്നത്, ബാലചന്ദ്രന്റെ മാത്രം മകനാണോ അവൻ, നിന്റെ കൂടിയല്ലേ. അവൻ ഇങ്ങനെ ആയതിലും ഒരു ഉത്തരവാദിത്വം നിനക്കൂല്ലേ. അമ്മമാരാണ് മക്കളെ നേരെ വളർത്തേണ്ടത്, നീ അത് ചെയ്തില്ല, അതുകൊണ്ടാണ് നിന്റെ മകൻ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. അമ്മയുടെ ഒരു പേരക്കുട്ടി മാത്രമല്ലല്ലോ, വേറൊരാളും കൂടി അതിൽ കിടക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ അമ്മയ്ക്ക് വേണം. രണ്ടുപേരെയും കൂട്ടി തന്നെ പറഞ്ഞത്. അതൊക്കെ വിട്.
ഞാൻ പറഞ്ഞത് നീ ഡിവോഴ്സ് ഒന്നും ചെയ്യണ്ട. ബാലചന്ദ്രൻ എന്ത് ചെയ്തിട്ടാ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബാലചന്ദ്രൻ നിന്നെ ചതിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അലീന ബാലചന്ദ്രന്റെ മകളാണെന്ന് ഉറപ്പാണോ? ബാലചന്ദ്രൻ പറഞ്ഞുള്ള അറിവല്ലേ നിനക്ക് നമുക്കൊക്കെ ഉള്ളൂ. അത് ഉറപ്പ് തന്നെയാണെന്ന് എന്തോ സത്യമുള്ളത് അതില്? നീ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല, ബാലചന്ദ്രന് അങ്ങനെ ഒരു മകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അതന്നെ ഞാനും പറഞ്ഞത്. ബാലചന്ദ്രന്റെ മകളൊന്നും അല്ല അവള്. ബാലചന്ദ്രൻ അവളെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മറയാണ് ഈ മകള് അച്ഛനും ബന്ധമൊക്കെ. അല്ലാണ്ട് ബാലചന്ദ്രന്റെ മകളൊന്നും അല്ല അലീന. അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അലീന അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. ബാലചന്ദ്രനും അങ്ങനത്തെ ഒരാളൊന്നല്ല. ഇനി നിനക്ക് വായി തോന്നിയതും നിനക്ക് മനസ്സിൽ തോന്നിയതും ഒക്കെ സത്യമാണെന്നും വിചാരിച്ചിട്ടിരിക്കുക. അല്ല, ഈ ബാലചന്ദ്രനെ കുറ്റം പറയുന്ന നീ എങ്ങനത്തെവളാടി? അത് നിനക്കറിയില്ലേ? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. ആഗ്രയെ പോയി നീ കാട്ടിക്കൂട്ടിയതൊക്കെ എന്താണ് നിനക്ക് നന്നായിട്ട് അറിയാലോ. അത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ ചെയ്യാ? അന്ന് നിന്റെ അഹങ്കാരം അഹംഭാവൊക്കെ തീർത്തു പോവോ? ഈ പറയുന്ന നീ നല്ലവളാണോ? നല്ല രീതിക്കാണോ നീ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? നീയും നിന്റെ ജീവിതത്തിൽ 23 വർഷം മുന്നേ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും മറച്ചു വെച്ചിട്ടല്ലേ ബാലചന്ദ്രന്റെ കൂടെ ജീവിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് നീ അത് അവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കല്യാണത്തിന് മുന്നേ നീ അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നീയും നമ്മളൊക്കെ അല്ലേ അവനെ ശരിക്കും ചതിച്ചത്? അതൊക്കെ എന്താ? നീ സത്യവതിയും പുണ്യവതിയും ഒന്നും അല്ലല്ലോ. നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇനി ബാലചന്ദ്രൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രന്റെ ഭാഗത്തും തെറ്റുണ്ട്. പരസ്പരം രണ്ടുപേരും തെറ്റ് ചെയ്തവരാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ, അതൊക്കെ എടുത്തിടുക അപ്പൊ അമ്മ. ഈ കല്യാണം വേണ്ടാന്ന് ഞാൻ എന്നോ പറഞ്ഞതല്ലേ പറയുമ്പോ, അതൊക്കെ പറഞ്ഞത് ശരി. അത് കഴിഞ്ഞത് കഴിഞ്ഞു. ബാലചന്ദ്രൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കുക. നീയും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളവളല്ലേ? ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തവള് തന്നെയാണ്. ഞാൻ പിഴച്ചവള് തന്നെയാണ്. അതും പറഞ്ഞ് എനിക്ക് അലീനേനെ സംരക്ഷിക്കേണ്ട ആവശ്യം, അവളെ ഉൾക്കൊള്ളാനും എനിക്ക് കഴിയില്ല. ബാലചന്ദ്രന്റെ കൂടെ ഇനി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അലീനേനെ ഇറക്കി വിടാത്തിടത്തോളം കാലം നെടുമ്പറക്കൽ വീട്ടിലേക്ക് ഞാൻ കയറി പോവില്ല ഇനി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇങ്ങനെ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ എല്ലാ കഥകളും മനസ്സിലാക്കിയിട്ടാണ് ബാലചന്ദ്രൻ ഇപ്പൊ പെരുമാറുന്നത്. അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെ എല്ലാ ചരിത്രവും ഭൂമിശാസ്ത്രം അവൻ മനസ്സിലാക്കിയിരുന്നു. നിന്റെ ആഗ്രയിൽ നീ എങ്ങനെയാണോ ജീവിച്ചിരുന്നത്, നീ പിഴച്ച് പ്രസവിച്ചതാണെന്നൊക്കെ ഉള്ള കാര്യം അവൻ മനസ്സിലാക്കിയിരുന്നു. ഇനിയെങ്കിലും നീ നല്ല രീതിക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. കല്യാണം കഴിപ്പിച്ച് തന്നുപോയി. അതുകൊണ്ടാണ് ഇങ്ങനെ കെഞ്ചി വന്ന് പറയുന്നത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുതെന്ന്. ഇപ്പൊ കാണുന്ന നിന്റെ ആങ്ങളമാരൊന്നും നിന്റെ കൂടെ ഉണ്ടാവില്ല. നീ എവിടെ പോയി താമസിക്കും? ഒരു മകനുള്ളത് ജയിലില്ല. പിന്നെ ഉള്ളത് 2 പെൺമക്കളാ. അതിലൊന്ന് എന്നോ തലതിരിച്ചു പോയിരുന്നു. ബബിതയുടെ കാര്യം ഏകദേശം നിന്റെ പോലെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒരുപാട് പിറുപിറുക്കാൻ തുടങ്ങിട്ടോ. അപ്പൊ വൈജി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ പറഞ്ഞത്? ബാലചന്ദ്രനൊക്കെ അറിഞ്ഞുവെന്നോ? അതെ, നീ ആഗ്രയിൽ കാട്ടിക്കൂട്ടിയതെല്ലാം ബാലചന്ദ്രനെ അറിയിക്കുന്നു. അത് തെളിവ് സഹിതം അവൻ ഇന്ന് എന്നെ 2-3 ദിവസം മുന്നേ ബാലചന്ദ്രൻ എന്നെ കണ്ടു വന്ന് പറഞ്ഞു. എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നില്ലേ? എല്ലാരും കൂടി അറിഞ്ഞുകൊണ്ട്, ഒരു കുടുംബം മുഴുവൻ അറിഞ്ഞുകൊണ്ടല്ലേ വൈജി എനിക്ക് കെട്ടിച്ചു വന്നത്? അതും ഇങ്ങനെ ഒരു ചതി മനസ്സിൽ വെച്ചിട്ട് എന്നൊക്കെ അവൻ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ ഞാൻ ആകെ ഇല്ലാണ്ടായിപ്പോയി. നമ്മൾ എത്ര വലിയ ചതി അവനോട് ചെയ്തത്? അതിന് മേലെയൊന്നും അവൻ നിന്നോട് ചെയ്തിട്ടില്ലല്ലോ. ഇനി ഒരു കാര്യം കൂടി കേട്ടോ, നീ ഇപ്പൊ ആട്ടി ഇറക്കി വിടാൻ നോക്കുന്നത് നിന്റെ സ്വന്തം മകളെയാണ്. അലീന നിന്റെ സ്വന്തം മകളാണ്. നിന്റെ ചോരയിൽ പിറന്ന മകള്. നിന്റെ അച്ഛനും അമ്മാവനും നിന്നോട് മറച്ചു വെച്ച സത്യാണത്. ഇപ്പോഴാണ് ഞാനും അത് അറിയുന്നത്. നാളെ നിന്റെ മക്കളെല്ലാവരും അതറിയും. ഈ പുറത്ത് നിൽക്കുന്ന മനുവിനറിയാം നീ എങ്ങനെ ആഗ്രയിൽ ജീവിച്ചിരുന്നതെന്ന്. അന്നൊരു ദിവസം അവൻ കൂടി എന്നോട് അത് പറഞ്ഞപ്പോ ഞാൻ ആകെ ഇല്ലാണ്ടായി പോയി. എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞു തുടങ്ങി വൈജേ. നീ ഇനി ബലം പിടിച്ചിട്ടും അഹങ്കാരം തലക്കാനൊക്കെ പിടിച്ചു വെച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ആരാ നിനക്ക് കൂടെ ഉണ്ടാവുക? അവനവൻ നന്നായിട്ടാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടുള്ളൂ. നീയും കമലേക്ക് അങ്ങനെയാണോ? അല്ലല്ലോ. നിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. നീ ഒരുപാട് തെറ്റുകൾ ചെയ്തവളാണ്. അപ്പൊ നീ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ബാക്കിയുള്ളവരോട് പെരുമാറാൻ. ഇനി മേലാൽ അലീനയെ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ ഈ നാവ് പൊങ്ങരുത്. ഡിവോഴ്സിന് പോവുക എന്നുള്ള നിന്റെ ചിന്ത ഇന്നത്തോടെ അവസാനിപ്പിച്ചിരിക്കണം. ഇനി നീ ഡിവോഴ്സിന് പോയാ കോടതിയിൽ വെച്ച് ബാലചന്ദ്രൻ ഇതെല്ലാം വിളിച്ചു പറയും. അന്ന് നീ എല്ലാവരുടെ മുന്നിൽ നാണം കെടും. അലീന ബാലചന്ദ്രന്റെ മകളൊന്നും അല്ല. അത് നീ ഓർത്തോണം.
നീ ചെയ്ത തെറ്റും വൃത്തികേടൊന്നും ബാലചന്ദ്രൻ ചെയ്തു വെച്ചിട്ടില്ല. നിന്നെ മാത്രമേ അവൻ ചിന്തിച്ചിട്ടുള്ളൂ. നിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഈ കഷ്ടപ്പാട് മുഴുവൻ അനുഭവിച്ചതൊക്കെ ഈ പണവും പ്രതാപമൊക്കെ ഉണ്ടാക്കിയിട്ട് നിനക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് നീ അവനെ ചതിക്കുകയല്ലേ ചെയ്തത്. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ ആരായാലും ചെയ്തു പോകുന്നതേ ബാലചന്ദ്രനും ചെയ്തിട്ടുള്ളൂ. സത്യങ്ങളെ മനസ്സിലാക്കാൻ നീ വൈകിപ്പോയി. നീ നിന്റെ അഹങ്കാരം അഹംഭാവവും ഒക്കെ വെച്ചിട്ട് ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളൂ. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ജീവിക്കാൻ നോക്ക്. കൂടെയുള്ളവരെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനൊക്കെ ശ്രമിക്കുക. എന്നാ നിനക്ക് കൊള്ളാം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ മകളുടെ ജീവിതമാണ് ഇല്ലാതായി പോകുന്നത്. അതെനിക്ക് സഹിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമെങ്കിലും നീ ബാലചന്ദ്രന്റെ കൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ ചെയ്യുന്നത്. അതൊന്ന് കണ്ണിന്റെ മുന്നിൽ കണ്ടാൽ മതിയെന്ന് എനിക്കുള്ളൂ. പിന്നെ അലീന, ഇത്രയും കാലം നീ കുറ്റം പറയും കുറ്റപ്പെടുത്തുകയും ചെയ്തത് നിന്റെ സ്വന്തം മകളാണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നിനക്ക് അവളോട് ഇത്തിരി സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ നോക്ക്. നാളെ ചിലപ്പോൾ അവള് നിന്റെ കൺമുന്നിൽ പോയെന്ന് വരാം. നീ ഇത്ര കാലം അവളെ പറഞ്ഞതും ചെയ്തതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അവളോടൊന്ന് മാപ്പ് പറയാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി മനുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മനു നമുക്ക് പോവാമെന്ന് പറഞ്ഞു. മനു ശരി ആന്റി എന്ന് കാരണം മുത്തശ്ശിനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞതെല്ലാം കേട്ട് മരവിച്ച പോലെ കിടക്കുക എന്നല്ലാതെ വൈജയന്തിക്ക് ഒരു റിയാക്ഷനും ഉണ്ടായില്ല കേട്ടോ. കാരണം സ്വന്തം മകളാണ് അലീന എന്ന തിരിച്ചറിവും അതിന്റെ കൂടെ തന്റെ ആഗ്രഹ ചരിത്രം മുഴുവൻ ബാലചന്ദ്രൻ മനസ്സിലാക്കി എന്നുള്ള തിരിച്ചറിവും, രണ്ട് സത്യങ്ങളും ഒരേ സമയം ഒരാളിൽ നിന്ന് കേട്ടപ്പോ ആകെ വൈജയന്തി നടുങ്ങി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്ത് ചെയ്യുന്നെന്നറിയാതെ മരവിച്ച പോലെ ആ കട്ടിലിൽ കിടക്കുമ്പോൾ തന്റെ രണ്ട് കണ്ണിന്നും കണ്ണുനീര് ഒഴുകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു കൈ കൊണ്ട് തന്റെ ബെഡിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പ് വാരി കൂട്ടുന്നുണ്ട്. മുറുക്കി പിടിച്ച് വൈജയന്തി കരയാൻ തുടങ്ങുന്നുണ്ട്. തന്റെ സ്വന്തം മകളോട് താൻ ചെയ്ത ക്രൂരതകൾ ആലോചിച്ച് താൻ പറഞ്ഞ വാക്കുകളും കുറ്റപ്പെടുത്തലുകളും പിഴച്ചവളെ എന്നുള്ള വാക്കും ഒരു പല തരത്തിലും അവളെ അപമാനിച്ചതെല്ലാം വൈജയന്തി ഓർക്കുന്നുണ്ട്. ഇറക്കി വിട്ടതും അടിച്ചതും തല്ലിയതും എല്ലാം ഓർത്ത് വൈജയന്തി വിങ്ങി പൊട്ടാൻ തുടങ്ങിയിട്ടോ. ബാലചന്ദ്രനോട് താൻ ചെയ്തതും പറഞ്ഞതും താൻ ചതിച്ചതും തന്നെ ഏറെ സ്നേഹിച്ചിരുന്ന ബാലചന്ദ്രനെ ഒക്കെ വൈജയന്തി ഓർത്ത് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ വൈകാതെ തന്നെ വൈജയന്തി സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അത് വേറെ ആരുടെ വായിൽ നിന്നും ആയിരുന്നു, തന്റെ സ്വന്തം അമ്മയുടെ വായിൽ നിന്ന് തന്നെ വൈജയന്തി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അലീനയെ കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ബാലചന്ദ്രനോട് മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്